നമസ്കാരം. നേഷൻ ഫസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തദ്ദേശത്തിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും പോളിംഗ് റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വരികയാണ്. ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നത് PC ജോർജ് ആണ്. നമസ്കാരം സർ. നമസ്കാരം. കോട്ടയത്ത് എങ്ങനെയാണ് ആ ഒരു വോട്ടിംഗ് സ്ഥിതിഗതികൾ എന്നൊക്കെ പറയുന്നത്? ഇപ്പൊ വോട്ടൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി എന്നൊക്കെ ഞാൻ അറിഞ്ഞു. എങ്ങനെയുണ്ട് പൊതുവെ ആ ഒരു അന്തരീക്ഷം? പൊതുവെ ഈ കോട്ടയം ജില്ലയിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വോട്ടിംഗ് ശാന്തമായ രീതിയിലാണ്. വലിയ ബഹളമില്ല ഒരു സ്ഥലത്തും തന്നെ. ഞാൻ പോലും ഒരു ബഹളമില്ല. ഉച്ച കഴിഞ്ഞിട്ടുള്ള ശക്തി ആയേക്കാം. പിന്നെ ഏത് പഞ്ചായത്ത് വാർഡ് വൈസ് വരുമ്പോൾ ചിലപ്പോൾ 600-800 മുനിസിപ്പാലിറ്റി ആകുമ്പം 700 വോട്ടൊക്കെ ഉള്ളു. അങ്ങനെ വരുന്നിടത്ത് താമസിക്കാം. പതുക്കെ അറിയില്ല, പതുക്കെ വോട്ട് ചെയ്താൽ മതി. പക്ഷെ ഈ ഇലക്ഷൻ ഞാൻ കാണുന്ന ഒരു കുഴപ്പം, ഞാനിപ്പോ പോയ ബൂത്തിൽ ഞാൻ നോക്കിയപ്പോ 2 സ്ഥാനാർത്ഥി നോട്ടയില്ല. അതെന്താ പാടാണ്? ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് 2 സ്ഥാനാർത്ഥി ഇഷ്ടമില്ല, എനിക്ക് നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ല. എന്റെ അവകാശത്തിൽ നിഷേധിച്ചിരിക്കാൻ നോക്കിയപ്പോ, അതായത് ഒരു പൗരന്റെ അവകാശത്തിൽ നിഷേധിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ അധികാരമുണ്ടോ? നോട്ട ഇതില്ല. എന്റെ ബൂത്തിൽ ഞാനിപ്പോ വോട്ട് ചെയ്തിട്ട് വന്ന ആളാണ്. ഇല്ലാത്ത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലൈബ്രറി ബൂത്തിലാണ് വോട്ട് ചെയ്തത്. 272 നോക്കിയപ്പോ എന്റെ ഭാര്യയെ നോക്കിയപ്പോഴും നോട്ടയില്ല. ഞാൻ മലപ്പുറം ചെയ്തത്. ഞാൻ നോട്ട എവിടെയെന്ന് ചോദിച്ചു. അവിടെ അപ്പൊ പ്രസിഡന്റ് കൗൺസിൽ പറഞ്ഞു നോട്ട എന്ന് പറഞ്ഞില്ല. ഇപ്പോ ഈ 2 സ്ഥാനാർത്ഥി ആർക്കും വോട്ട് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിലോ എനിക്ക് വോട്ട് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിലോ വോട്ട് ചെയ്യാൻ എഴുതി തന്നിട്ട് പോക്കോളെ. അപ്പൊ അത് ജനാധിപത്യമാണോ? ചില വൃത്തികെട്ട ഇലക്ഷൻ കമ്മീഷന്റെ നടപടി തെറ്റായി പോയി. നേരിട്ട് ഗതികേട് ഉണ്ടാകാൻ പാടില്ലെന്നാണ് എന്റെ അഭിപ്രായം. നോട്ടയ്ക്ക് എടുത്ത് വോട്ട് ചെയ്യണമെന്ന് അതിനുള്ള അവകാശം കൊടുക്കണ്ടേ? ആവശ്യമില്ല. ആ ഒരു തലങ്ങളിലേക്കാണ് വോട്ടിംഗ് ബൂത്തുകളിൽ പോകുന്നത്. വളരെ മര്യാദകളാണ്. നിയമവിരുദ്ധമായ തെരഞ്ഞെടുപ്പായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഞാൻ കാണുന്നത്. കാരണം നോട്ടയ്ക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളതാണ്. അത് ഇല്ലാതാക്കിയിരിക്കുന്ന സംവിധാനം ശരിയല്ല. അതുകൊണ്ട് ഈ ഇലക്ഷൻ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ നടപടി തന്നെ തെറ്റാണെന്നാണ് എന്റെ അഭിപ്രായം. നിലവില് ഇപ്പൊ കോട്ടയത്തിന്റെ ഒരു അവസ്ഥ നേരത്തെ എല്ലാം ചർച്ചകൾ കേട്ടിട്ടുള്ള ഒരു കാര്യം, ഗ്രൂപ്പുകൾ ഒരുപാടുള്ള, അല്ലെങ്കിൽ ആ ഒരു ഈ കോൺഗ്രസിന്റെ ഒക്കെ ഈറ്റെല്ലാം ആയിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കോട്ടയം എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് LDF-നും BJP-ക്കും ഒക്കെ ഒരു വേരോട്ടം കൂടി ഉള്ളതാണ്. നിലവിൽ അവിടുത്തെ ഒരു സാഹചര്യത്തില് സാറിന്റെ അഭിപ്രായത്തിൽ ഏത് പാർട്ടിക്കാണ് അവിടെ ഒരു സ്ഥാനം കൂടുതലുള്ളത്? ഒരു മറയും കൂടാതെ പറയാം. നാളിതുവരെ ഉണ്ടാകാത്ത വലിയൊരു മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടി കോട്ടയം ജില്ലയിൽ ഉണ്ടാവും. കോട്ടയം ജില്ലയിൽ മാത്രമല്ല, ഇടുക്കി ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും സ്വാഭാവിക എറണാകുളം ജില്ലയിലും. എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ കഴിഞ്ഞതിനേക്കാൾ ഇരട്ടി കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്വം കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 2 ഇരട്ടി കൂടുതൽ വോട്ടുകൾ എല്ലാ വാർഡുകളിലും കിട്ടുന്ന സാഹചര്യം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാവർക്കും ബോധ്യമാവും. അത് തന്നെയല്ല, കേരളത്തിൽ ആകമാനം എനിക്ക് പറയാൻ കഴിയും, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒറ്റ പാർട്ടി എന്നതിൽ ഏറ്റവും ഒരു വോട്ട് മേടിച്ച ഒരു പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി മാറും, ഒരു സംശയമില്ല. അതിന് കാരണമാവുന്നത് ശബരിമലക്കുള്ള രാഹുൽ മാങ്കൂട്ടം വിഷയം, ഈ 2 വിഷയങ്ങളും BJP-ക്ക് അനുകൂലമായി മാറുമെന്നാണോ പറയുന്നത്? രാഹുൽ മാങ്കൂട്ടം ഒരു ബന്ധുപ്രസക്കാരൻ തന്നെ ഉള്ളൂ. അത് കണ്ട് മാത്രമല്ല, കോൺഗ്രസ് ഈ രാജ്യത്തൊന്നും ചെയ്തിട്ടില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടക്കാരാണ് ബീഹാറിൽ കോൺഗ്രസ് തകർന്നു പോയി. 5 സീറ്റുമായിട്ട് ബീഹാറിൽ കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടമാണോ? ചുമ്മാ അവന് മുഴുവൻ കാര്യം. അവനൊരു ബന്ധുപ്രസക്കാരൻ, അവനെ വിട്ടേരെ. ഇവിടെ ഇടതുപക്ഷം പ്രശ്നമാണ്. കാരണം സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ഗുരുവായൂർ ദേവസ്വം കട്ടുകൊണ്ടിരിക്കില്ലേ, രാജ്യത്തെ ക്ഷേത്രങ്ങൾ മുഴുവൻ തകർക്കല്ലേ, വിശ്വാസികളെ അപമാനിക്കില്ലേ. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ കഴിയില്ല. പിന്നെ കോൺഗ്രസ് തകർന്നു. ആ നിലയ്ക്ക് പിന്നെ ആർക്ക് വോട്ട് ചെയ്യാൻ? മോദിജി നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കാണ് പിന്നീട് അംഗീകാരം. ആ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരാതെ കേരളം രക്ഷപ്പെടില്ല എന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങൾ BJP സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. BJP-ക്ക് കൂടുതൽ പ്രതീക്ഷ ഉള്ളത്, അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനാണ്, അവിടെയാണ് കൂടുതൽ പ്രതീക്ഷ വെക്കുന്നതെന്ന് പല നേതാക്കളും പറയുന്നത് കേട്ടു. ശരിയാണ്, യാതൊരു തർക്കമില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ, പാലക്കാട് മുനിസിപ്പാലിറ്റി, ഇത് രണ്ടും ഞങ്ങൾ കിട്ടുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ വരെ, പാലക്കാട് വരെ ഞങ്ങൾക്ക് കിട്ടുന്ന. അതുപോലെ പഞ്ചായത്തുകൾ, ഇവിടെ ഞാൻ പറയുന്നത് ചെറനാട്, പൂഞ്ഞാറ്, തെക്കേക്കര, വീക്കോയി, തലനാട് ഉൾപ്പെടെയുള്ള മേഖലയിൽ, മൂന്നര ഉൾപ്പെടെയുള്ള മേഖലയിൽ പഞ്ചായത്ത് തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെ കിട്ടുമെന്നാണ് കരുതുന്നത്. അപ്പൊ പൂഞ്ഞാറിലൊക്കെ ഒരു BJP തേരോട്ടം തന്നെയാണ് നടക്കുന്നത്.
തീർച്ചയായിട്ടും ഒരു തർക്കവും വേണ്ട. അവിടുത്തെ നിലവിൽ ഇപ്പോൾ ഞാൻ ഈ CPM സ്ഥാനാർത്ഥികളും അവരുടേതായിട്ടുള്ള പ്രതിനിധികളുടെയൊക്കെ ബൈറ്റുകൾ കേട്ട സമയത്ത് ഒരു ആത്മവിശ്വാസ കുറവ് പലരിലും ഉള്ളതായിട്ട് കണ്ടു. അതാണ് ഞാൻ പറഞ്ഞത്. BJPയുടെ സ്ഥാനാർത്ഥികൾ ആത്മവിശ്വാസം സംസാരിക്കും. കാരണം അവർക്ക് വോട്ടെടുത്ത് വീട് കയറിപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ അനുകൂല മേഖലകൾ മുഴുവൻ തന്നെയും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി മാറിയിരിക്കുക. കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിന്റെ പല മേഖലകളിൽ നമ്മുടെ സഭയുടെ പള്ളി ഇന്നലെയുള്ള പ്രസംഗത്തിൽ ഞായറാഴ്ച പ്രസംഗിച്ചപ്പോൾ തന്നെ ആ പ്രസംഗത്തിന്റെ അർത്ഥം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ നല്ലതാണ് എന്ന അർത്ഥത്തിലാണ് അവർ സംസാരിച്ചതെന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തിയപ്പം മോദിയുടെ ഭരണത്തെ കുറ്റപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് പാർട്ടി സമ്മതിക്കേണ്ടി വന്നിരിക്കാം. അപ്പൊ പള്ളിക്ക് ഏതായാലും അനുകൂലമായ നിലപാട് വിശ്വാസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പൊ വിശ്വാസി വോട്ടുകളാണോ BJP തുണയ്ക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും വിശ്വാസി വോട്ടാണ് വേണ്ടത്. വിശ്വാസമുള്ള ഒരു പാർട്ടിയാണ്, ജനാധിപത്യ പാർട്ടിയാണ്. നാക്സലിസം ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല, കമ്മ്യൂണിസം ഇഷ്ടമല്ല, ദൈവവിശ്വാസികളെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പോ കുറച്ചു കാലം മുമ്പ് നമ്മളിവിടെ ഒരു അയ്യപ്പ സംഗമം നടത്തിയിരുന്നു പിണറായി സഖാവിന്റെ നേതൃത്വത്തിൽ. അപ്പൊ അത് സ്ഥിതിയാണോ? അത് അയ്യപ്പ സംഗമം നടത്താൻ കാരണം വെച്ചാൽ മുഖ്യമന്ത്രി കാണിച്ച മര്യാദകളെ 2 തുണി കൊടുക്കാൻ പ്രശ്നങ്ങളെ ശബരിമലയിലേക്ക് പറഞ്ഞു വിട്ടില്ലേ, അപമാനിക്കാൻ നോക്കിയില്ലേ, എന്ത് സംഘർഷം ഉണ്ടായി. അങ്ങനെ ശബരിമല അപമാനിച്ചുകൊണ്ട് പിണറായിക്ക് കിട്ടിയ ഗുണമെന്താ? അതിനുശേഷം മര്യാദയ്ക്ക് ഇടന്നുറങ്ങാനായിട്ട് പറ്റിയിട്ടില്ല. അയ്യപ്പന്റെ പ്രാക്ക് ഇപ്പൊ ഒരു മാസം ഒരു പ്രാവശ്യം വെച്ച് അമേരിക്ക ട്രീറ്റ്മെന്റ് നടത്തുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ അകൽച്ചയാണ് നടത്തിയിരിക്കുക. പക്ഷേ ചികിത്സിക്കാൻ അങ്ങോട്ടല്ല സഹാക്കന്മാരും പോകുന്നത്. എന്താ പിണറായി ഇപ്പൊ എല്ലാ മാസവും ചികിത്സിക്കേണ്ട ഗതികേടുണ്ടായത്? അത് വലിയ ഗതികേടായി മാറി. അതുകൊണ്ട് അദ്ദേഹം അയ്യപ്പ സംഗമം നടത്തുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അയ്യപ്പ സംഗമം നടത്തി തന്നെ 4000 പേർക്ക് ചോറുണ്ടാക്കിയിട്ട് ആകുന്ന 600 പേരെ ഉണ്ട്. ബാക്കി 3400 ഭക്ഷണം കുഴിച്ചുകൂടി പിണറായിയുടെ നിർദ്ദേശപ്രകാരം. ആ ഗതി ഒരൊറ്റ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തില്ല. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ മാത്രം പങ്കെടുത്തവർ ചോറും ഉണ്ട്. കുറെ രീതിയിൽ കയറും. അല്ലാതെ അയ്യപ്പന്മാർ ഒരാളെ പോലും ആ സംഗമത്തിൽ കിട്ടിയില്ല. കഷ്ടകാലമാണ് BJPയുടെ പ്രവർത്തനങ്ങളിലൂടെ, വളരെ നല്ല നില നിൽക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ കഷ്ടകാലമാണ് പിണറായിക്കും സംഘത്തിനും ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ അയ്യപ്പ സംഗമത്തിൽ ഈ പങ്കെടുത്ത ആൾക്കാർക്ക് സഖാക്കളായിരുന്നു എന്നാണോ പറയുന്നത്? എന്താ വെച്ചാൽ ആകെപ്പാട് ചോറുണ്ട് 600 പേരാ. 4000 പേർക്ക് ചോറുണ്ടായി. ചോദിച്ചോളൂ, ആ പകരം സ്ഥാനത്ത് ഇരുന്നെയാണ് ചോറുണ്ടാക്കി. നിങ്ങൾ ചോദിച്ചോളൂ, ലോകത്തിൽ ഏറ്റവും നല്ല സദ്യക്ക് ഒരുകാരനാ. 600 പേരുണ്ട്. ബാക്കി 3400 പേരുടെ ഭക്ഷണം കുഴിച്ചുകൂടിയത്. അത് പാവങ്ങൾ കൊടുത്താലൊന്നും അവിടെ അനാഥമന്ത്രി കൊടുക്കുന്നതിനെ പറ്റി തമ്പുരി ആലോചിച്ച പിണറായി വേണ്ട കുഴിച്ചുകൂടിയേക്കാം ആരും കാണാതെ. പക്ഷെ എല്ലാം പത്രക്കാർ ഫോട്ടോ എടുത്തതിന് പുറത്തു വന്നു. ഒരൊറ്റ അയ്യപ്പനെ കിട്ടിയിരുന്നു. ഈ 600 പേരുണ്ടെങ്കിൽ 400 പേരും നമ്മുടെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരാ. 200 DYPക്കാർ പിണറായി പ്രൊട്ടക്ഷന് വേണ്ടി കണ്ണൂർ കാസർഗോഡ് നന്നായി DYPക്കാരാണ് 200 പേര്. അവർ ചോറുമുണ്ട്. വേറെ ആരും ഇല്ലായിരുന്നു. അതിലെ കുഴിച്ചു മുടി. അപ്പോ പൊതുവെ പറഞ്ഞു വരികയാണെങ്കിൽ ആ ഒരു BJP തേരോട്ടം തന്നെ ആയിരിക്കും തദ്ദേശത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കാണാൻ പോകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. പഴയതിന്റെ ഒരു 3-4 ഇരട്ടി മുന്നേറ്റം ഈ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടാവും. കോട്ടയത്ത് ആ ഒരു ഓളമൊക്കെ ഉണ്ടല്ലേ പഴയതിനെ കണ്ടും BJPക്ക്? ഓളമോ? എന്താ പറയുന്നത്? BJP മയമല്ലേ മുഴുവൻ. അപ്പൊ പൊതുവെ ഇപ്പൊ താങ്കള് വോട്ടൊക്കെ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ നോട്ട ഇല്ലാത്തതാണ് ഒരു പ്രശ്നമായിട്ട് കരുതുന്നത്. ഇതിപ്പോ മറ്റിടങ്ങളിലൊന്നും ഇങ്ങനെ ഒരു അഭിപ്രായം കേട്ടിരുന്നില്ല, നോട്ട ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ട്. ഞാൻ പറയും നോട്ട ഇല്ലാത്തത് മര്യാദകളാണ്. എനിക്ക് നോട്ടയ്ക്ക് വോട്ട് ചെയ്യും, ഞാൻ വോട്ട് ചെയ്യും. അതാണ് പ്രശ്നം. അത് തെറ്റാണ് ഇലക്ഷൻ കമ്മീഷന്റെ നയം. ഇലക്ഷൻ കമ്മീഷൻ ഒരു വോട്ട് മറിക്കാൻ ആ ഒരു സിസ്റ്റത്തിലേക്കാണോ നോട്ട് ഒഴിവാക്കിക്കൊണ്ട് ശ്രമിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു നോട്ടയിൽ പിന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അല്ല ഒരു സ്വതന്ത്ര ചിന്താധിക്കാൻ എവിടെ വോട്ട് ചെയ്യും? പറ. 2 വോട്ട് ചെയ്യണ്ടേ? കയ്യെ മെഷീൻ പരട്ടി വെച്ച് ഞാൻ വോട്ട് റിജക്ട് ചെയ്യുമ്പോൾ ഞാൻ വർത്താനം പറഞ്ഞു ഇറങ്ങിപ്പോയാ. അപ്പൊ അത് എഴുതി വെക്കാവുന്നു. അതിന്റെ ഊളത്തരം പറയുന്നു. എഴുതി വെക്കേണ്ടതാണോ ഊളത്തരം? ശരിയാണ് എന്റെ അഭിപ്രായം. അപ്പൊ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തില്ലേ നോട്ട് ഇല്ലാത്തതുകൊണ്ട്? അത് ഇലക്ഷൻ വോട്ട് കാര്യം പുറത്തു പറയാൻ പാടില്ല. ക്ഷമിക്കുക. എന്തായാലും കോട്ടയത്ത് കുറെ കൂടെ BJPക്ക് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്.
അപ്പോ എന്താകും തദ്ദേശത്തിന്റെ ആ ഒരു ബാക്കി, കാരണം ഇനി അടുത്ത ഘട്ടം തൃശ്ശൂർ മുതൽ അങ്ങ് മലബാർ ഏരിയയിലേക്ക് കടക്കുമ്പോഴാണ് ബാക്കിയുള്ള എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് 11-ാം തീയതി പറയാൻ പറ്റും. അപ്പൊ നിലവിൽ നല്ല രീതിയിൽ പോളിംഗ് ജനങ്ങളുടെ ഒരു വിധിയെഴുത്ത് തന്നെ ആയിരിക്കും, ആരെ തുണയ്ക്കും ആരെ വീഴ്ത്തും എന്നൊക്കെയുള്ള ഒരു രീതിയിൽ നമുക്ക് കാണാം. 13-ാം തീയതി കാണാമല്ലോ. അതെ, ഓക്കെ ഓക്കെ സാർ, ഓക്കെ.